ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ട് ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഉണക്ക ചെമ്മീനാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അങ്ങാടി മുളകില്ലേ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ എനിക്കൊക്കെ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി ഉണ്ട്. പിന്നെ ചോറിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യം കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കിയാലോ. തേങ്ങ ആവശ്യമുണ്ട്, അതേപോലെ ഉപ്പ്, പുളി, ഇവിടെ ഉണക്കമുളകും അങ്ങാടി മുളകും എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിന് മുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ ചെമ്മീൻ, പിന്നെ തേങ്ങ. ഇത്ര സാധനങ്ങളാട്ടോ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമുള്ളത്. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം ഞാൻ മുളകും ചെമ്മീനും പിന്നെ ഉള്ളിയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക. പിന്നെ അമ്മിയിൽ അരയ്ക്കണ ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് ശരിക്കും. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയിലാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സി ഒന്ന് കറക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോ വട്ടവും എടുക്കുക, പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കണ്ട ഏകദേശം ഓരോ സ്റ്റെപ്പായിട്ട് കഴിയും തോറും നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരും. ആദ്യം എടുത്തുള്ള എല്ലാ സാധനങ്ങളും അപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഓരോന്ന് ഇതാക്കുമ്പോഴും നമ്മുടെ സൈഡത്തെ നമ്മളെ മുളകും അതേപോലെ ചെമ്മീനും എല്ലാതും കൂടിയിട്ട് ആ സൈഡിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ, ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പച്ച തേങ്ങയല്ലേ നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ വേറൊരു ചെമ്മീൻ പൊടി ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ ഒരു വീഡിയോ വെച്ച് ഇടുന്നുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ ചെമ്മീൻ്റെ ആളായിരുന്നു, ഇങ്ങനെ ചെമ്മീൻ പൊടി എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുക എന്നൊന്നും പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.